എനിക്കിപ്പോ ഇവളോടൊരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവൾക്കുണ്ട്. എന്നിട്ടും ഈ മുഖം വീർപ്പിച്ചുള്ള ഇരിപ്പ ജാട കാണിക്കുന്നതാണോ? സാർ എന്റെ ജീവനാണെന്നുള്ള സത്യം സാറും തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ല. ഏറ്റവും വിലപ്പെട്ടത് വിട്ടുകൊടുക്കാൻ ആർക്കും മനസ്സ് വരില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കണം. കാരണം ഞാൻ ഇല്ലാണ്ടാവുമ്പോഴും നിങ്ങൾ ജീവനോടെ ഉണ്ടാവണം. വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഇപ്പൊ പറയണം. ഒരാഗ്രഹമുണ്ട്, പറയട്ടെ. ഇതല്ലേ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് ചോദിച്ചത്. എങ്ങോട്ടാ പോണ്ടേ? ഒരിടത്തും പോവാനല്ല. പിന്നെ ഞാൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണോ പറയാൻ ഇത്ര മടി? പേടിക്കണ്ട, ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ അത് നടത്തി തന്നിരിക്കും. സത്യം? സത്യം. നിങ്ങള് വേറൊരു വിവാഹം കഴിക്കണം. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞാലും നടത്തി തരൂന്ന് നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ട്. സത്യം ചെയ്താൽ പാലിക്കണമെന്ന് നിർബന്ധമുള്ള ആളല്ലേ? എനിക്ക് തന്ന സത്യവും പാലിക്കണം. നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കണം. എല്ലാ സത്യങ്ങളും പാലിക്കാൻ ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. ഇന്നത്തെ ദിവസം എന്റെ സന്തോഷത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കല്ലേ? വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടാലേ എനിക്ക് സന്തോഷാവൂ. എന്റെ വിവാഹം കഴിഞ്ഞതാ. അവളെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് തൽക്കാലം ഞാൻ ചിന്തിക്കുന്നേയില്ല. നിങ്ങളുടെ നിലവിലുള്ള ഭാര്യ നിങ്ങൾക്ക് ചേർന്നതല്ല. പാർവതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ടൊരു ജീവിതം അബദ്ധത്തിൽ നിങ്ങളുടെ തലയിലായി പോയ ഈ പെണ്ണിൽ നിന്നും നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിലെങ്കിലും നീ വന്ന് കാറി കയറ്. ഇല്ല, സമ്മതമാണെന്ന് നിങ്ങൾ പറയാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്നാ എനിക്കൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെ ആയാലും എന്റെ തീരുമാനം ഞാൻ പറയാം. നിങ്ങളുടെ ഭാര്യയായി ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായി. ഇത്രയും നാള് ഞാൻ നിന്നെ അവഗണിച്ചതില് നീ എന്നോട് പ്രതികാരം ചെയ്യാണല്ലേ?
നിന്റെ മുമ്പിലെ തൊഴുതു നിൽക്കാനൊന്നും ഈ വിശാലിനെ കിട്ടില്ല. ഞാൻ വേറൊരു വിവാഹം കഴിക്കല്ലേ നിനക്ക് വേണ്ടത്? എനിക്ക് സമ്മതമാണ്. വിശാല് കേറി വരുമ്പോ എണ്ണയിൽ ചവിട്ടി സ്ലിപ്പാവും. വീഴുന്നതിന് മുമ്പ് ഞാൻ കേറി വന്ന് പിടിക്കും. ചിലപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉരുണ്ട് വീഴും. ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മണം അടിക്കുമ്പോ ഏത് ചെറുപ്പക്കാരനെ നില തെറ്റാത്തത്? എണ്ണ എന്തിനാ തറയിൽ ഒഴിക്കുന്നത്? ഇവിടെ ഇവിടെ. ആ, നന്നായി സംസാരിക്കുന്ന ഒരു തത്ത ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് നീയാണല്ലേ? തറയിൽ എണ്ണ ഒഴിച്ചാൽ അറിയാതെ ചവിട്ടുന്നവർ തെന്നി വീഴില്ലേ? ആ, വീഴണമല്ലോ. അതിനു വേണ്ടി തന്നെ ഒഴിക്കുന്നത്. ആളെ കൊല്ലാനുള്ള പരിപാടിയാണോ? കൊല്ലാനല്ല, സ്നേഹിക്കാൻ. മനസ്സിലായില്ല. നീ കണ്ട് മനസ്സിലാക്കിയാ മതി. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? ഒരുമിച്ച് പോക്കും വരവും തുടങ്ങി. രണ്ടിനെ രണ്ടു വഴിക്കാക്കാൻ ഒരു അപ്സരസിനെ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. എന്ത് കാര്യം? നിന്റെ മനസ്സിലിരിപ്പ് എനിക്കിപ്പോഴാ മനസ്സിലായത്. വിശാൽ സാർ ആ എണ്ണയിൽ ചവിട്ടി തെന്നി വീഴുമ്പോ നീ കയറി പിടിക്കും. വിശാൽ സാറിന് നിന്നോട് ഇഷ്ടം തോന്നിപ്പിക്കാനുള്ള അടവല്ലേ? വെറും ഇഷ്ടം തോന്നിയ പോരാ, എന്നോട് മോഹം തോന്നണം. ആ മോഹത്തിന്റെ അപ്പുറത്ത് എന്നെ സ്വന്തമാക്കണം. ഈ പണി ഞാൻ പൊളിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തോ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശാൽ സാറിനോട് പറയും. വിശാൽ സാറേ, വിശാൽ സാറേ, എന്നെ വിടടി. വിശാൽ സാറേ, നീ പോയി അവിടെ കിടക്ക്. ഈ ജാസ്മിനെ തോൽപ്പിക്കാൻ നീ വളർന്നിട്ടില്ല. എന്തായി കാണിക്കുന്നേ?
അവന്റെ കൂടെ സർക്യൂട്ടിന് പോയിരിക്കുന്നു. ഇവിടുത്തെ തൂക്കലും തുടക്കലും അപ്പൊ ഞാൻ ചെയ്യണോ? ദേ ആ തറയിൽ നിറയെ എണ്ണയാ. ആരെങ്കിലും വീണ്ടും തെന്നി വീണ് ചാവുന്നതിന് മുമ്പ് വേഗം പോയി തുടച്ചേ. പോടി. മണിക്കുട്ട, ഇവിടുത്തെ പടിയിൽ എങ്ങനെ എണ്ണ വീണത്? അവള് ഒഴിച്ചതാ. എന്തിന്? വിശാൽ സാറിനെ വീഴ്ത്താൻ. വിശാൽ സാറിന്റെ കൂടെ സന്തോഷത്തിലാണല്ലോ പാറു പോയത്. പക്ഷെ ഇപ്പൊ പാറുന്റെ മുഖത്ത് സങ്കടമാ. എന്തു പറ്റി പാറു? ഒന്നുമില്ല മണിക്കുട്ട. പാറുന്റെ മുഖം വാടിയാൽ എനിക്ക് മനസ്സിലാവില്ലേ? സത്യം പറ പാറു. മണിക്കുട്ടൻ പറഞ്ഞത് സത്യോ? വലിയ സന്തോഷത്തിലാ ഞാൻ അമ്പലത്തിൽ പോയത്. എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം എന്റെ കൂടെ വന്നത്. ആ സമയത്ത് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷേ എന്താ പാറു? ഞാൻ ഒരു കാലത്തും സന്തോഷിക്കരുതെന്ന ഈശ്വരന്മാരുടെ തീരുമാനം. ഭർത്താവിൽ നിന്ന് വൈകി കിട്ടിയ സ്നേഹം പോലും എനിക്ക് നഷ്ടപ്പെടണമെന്ന വിധി. ഈശ്വരന്മാരുടെ ആഗ്രഹവും അത് തന്നെയാവും. എന്താ ഉണ്ടായത്? പാർവതി ഇവിടെ വന്ന സമയത്ത് ഔട്ട് ഹൗസിലായിരുന്നു താമസം. വിശാൽ ആ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ല. അവൾ ഈ വീട്ടിൽ താമസമാക്കിയിട്ടും വിശാൽ അവളെ കണ്ട ഭാവം പോലും കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്നാദ്യമായിട്ടാ രണ്ടുപേരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് പോയത്. നിന്റെ വരവ് വിശാലിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ലെന്നാ അതിന്റെ അർത്ഥം. വിശാൽ എന്റെ അടുത്തേക്ക് വരൂ ആന്റി. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ഒപ്പിച്ചു വെച്ച പണി ഞാൻ കണ്ടു. ഒരു പെണ്ണ് അവന്റെ ശരീരത്ത് വന്ന് മുട്ടിയാലൊന്നും അവന്റെ നില തെറ്റില്ല ജാസ്മിൻ. US പഠിച്ച അവന് പെണ്ണ് കിട്ടാക്കനിയൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ തെറ്റായ വഴിക്ക് പോയിട്ടില്ല. പ്രലോഭനങ്ങളിലോ അവൻ വീഴില്ല. സ്നേഹം അതൊന്നുകൊണ്ട് മാത്രമേ അവനെ കീഴടക്കാൻ കഴിയൂ. നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരു വഴി പരാജയപ്പെട്ട അടുത്ത വഴി പരീക്ഷിക്കണം. ജയിക്കുന്നതുവരെ മനസ്സ് മടിപ്പിക്കാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം കിട്ടാൻ പോകുന്ന തുകയുടെ വലിപ്പം ചെറുതല്ല. അറിയാം ആന്റി. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് നടക്കാതെ പിന്മാറില്ല ഈ ജാസ്മിൻ. അങ്ങനെയൊരു സ്വഭാവം എനിക്കുണ്ട്. ഗുഡ്. ആ വാശി നല്ലതാ. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാനാകൂ. കളികളെ ജയിക്കണമെങ്കിൽ ഗ്രൗണ്ട് അറിഞ്ഞു കളിക്കണം. മനസ്സിലായില്ല അല്ലേ? ഇങ്ങ് വാ. മോളെ, ഞാൻ പറഞ്ഞു തരാം. ഒരു സാരി കാണിച്ച് എന്നെ ആർക്കും പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്റെ വാർഡ്രോബിൽ 100 കണക്കിന് സാരികളാ ഉള്ളത്. അതുപോലെ ഗോപിയേട്ടനെ 1,00,000 രൂപ കാണിച്ച് ആർക്കും പാട്ടിലാക്കാൻ കഴിയില്ല. കാരണം ചോര നീരാക്കി സമ്പാദിച്ച കോടികളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില്. ഞങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ഞങ്ങളുടെ വീക്ക്നെസ് അറിയണം. മനസ്സിലായി ആന്റി. വിശാലിന്റെ വീക്ക്നെസ് അറിഞ്ഞു വേണം ഇനി ഞാൻ കരുക്കൾ നീക്കേണ്ടത്, അല്ലേ ആന്റി? ആ ഒരു വഴിയേ ഉള്ളൂ നിനക്ക്. ഒരാളുടെ വീക്ക്നെസ് അറിയണമെങ്കിൽ അയാളുമായിട്ട് അടുത്തിടപഴകണം.
വിശാലുമായിട്ട് അടുത്തിടപഴകാനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കണം. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നീ ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്തിച്ചേരും. തിടുക്കം കാണിക്കണ്ട. എന്നാ കൂടുതൽ വൈകിപ്പിക്കാനും പാടില്ല. ഞാൻ പറയുന്നത് നോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഹലോ. ആ, എന്റെ വിശാലെ, തുറന്നു പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഗായത്രി വില്ലയില് മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യയില്ല. കുശുമ്പ്, പക, സങ്കടം, ചാതി, നിസ്സഹായത, ഇതെല്ലാം കൂടെ ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴെ പൊരുത്തി തുടങ്ങിയിരിക്കുക. ആരെയും ശല്യം ചെയ്യാതെ പാറി പറന്ന് നടന്ന തത്തെ വരെ പിടിച്ച് കൂട്ടിലാക്കിയില്ലേ? മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് പോവാ ഞാൻ. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചാലേ എന്നോടും കൂടെ പറയാ. ഞാനും വരാം. എനിക്കും വേണം കുറച്ച് മനസമാധാനം. എന്ത് വരികയാണ്? പാർവതിയെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നായിരുന്നല്ലോ നിന്റെ പരാതി. ശരിയാ, ഞാൻ അവളെ അവഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ അവളെ അറിയാൻ ശ്രമിക്കുമ്പോ അവൾ അകലും പോലെയാ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നുന്നത്? അവളെല്ലാം പറഞ്ഞു. അങ്ങനെയല്ല അവൾ പറഞ്ഞത്. പിന്നെ ഞാൻ വേറൊരു വിവാഹം കഴിക്കണമെന്ന് അവള് ഇന്ന് എന്നോട് പറഞ്ഞു. പാർവതി ഒരിക്കലും അങ്ങനെ പറയില്ല. അവൾക്ക് നിന്നോടുള്ള സ്നേഹം എനിക്കറിയില്ലേ. അവൾ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത് നിന്നെ ഓർത്തിട്ടാ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? നീ കള്ളം പറയണമെന്ന് ഞാൻ പറഞ്ഞു. അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ കഴിവുള്ളവര് ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അല്ലടാ, വീട്ടിൽ വെച്ചല്ല അവള് പറഞ്ഞത്, ക്ഷേത്രത്തിൽ വെച്ച. ക്ഷേത്രത്തിൽ വെച്ചോ? അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയോ? അവളെ ഒറ്റയ്ക്ക് പോകാൻ ഇറങ്ങിയത് ഞാൻ സഹായിച്ചതാ. അവിടെ എത്തുന്നത് വരെ അവള് ഹാപ്പി ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയ ആളല്ല തിരിച്ചു വന്നത്. അപ്പോ ക്ഷേത്രത്തിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് എന്ത് സംഭവിക്കാൻ? ഞാനൊന്ന് താണുകൊടുത്തപ്പോ അവള് പഴയ കണക്കുകൾ തീർത്തതായിരിക്കും. വേറൊരു വിവാഹം കഴിക്കാൻ അവള് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സൊന്ന് ആടിപ്പോയടാ. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? അവൾക്ക് ഞാൻ വേറൊരു വിവാഹം കഴിക്കണമെന്നല്ലേ അവളുടെ ആഗ്രഹമേ. ഞാൻ സാധിച്ചു കൊടുത്തേക്കാം. എടാ, നീ എടുത്ത് ചാടി തീരുമാനം എടുത്തേക്കല്ലേ. നീ ഇവിടുത്തെ ആരാ? ചോദിച്ചത് കേട്ടില്ലേടി? നീ ഇവിടുത്തെ ആരാണെന്ന്?